എന്തുകൊണ്ട് ക്രീമിയയെ റഷ്യക്ക് നൽകാൻ പാടില്ല? ക്രീമിയയെ റഷ്യക്ക് നൽകുകയാണെങ്കിൽ, ഒരു അന്താരാഷ്ട്ര അംഗീകാരം നൽകുകയാണെങ്കിൽ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിരവധി പ്രധാനപ്പെട്ട ഫലങ്ങൾ വരുമെന്ന് ഒരു രാജ്യം പറഞ്ഞു. അത് മറ്റാരും അല്ല, അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഇത് പറഞ്ഞത്. ഈ അവസ്ഥയിൽ സുമി റീജിയണിൽ റഷ്യയുടെ ഒഫൻസീവ് മിന്നൽ വേഗത്തിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം 150 ചതുരശ്ര മീറ്റർ റഷ്യ അവരുടെ ലേറ്റസ്റ്റ് ക്യാമ്പയിനിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ മറ്റു പല അപ്ഡേറ്റ്സ്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. ഈ ഈസ്റ്റർ സീസ് ഫയർ അവസാനിച്ചതിനു ശേഷം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തിടെ കീവിൽ റഷ്യ നടത്തിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 5 പേരോളം കൊല്ലപ്പെട്ടതായി വാർത്ത വന്നിരുന്നു. ഇതിനെ കാണിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരവധി കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായും പറയണമെങ്കിൽ ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ ഈ ഒരു സൗഹൃദത്തെക്കുറിച്ച് പുറമേ ശത്രുക്കളാണ് എന്ന പോലെയൊക്കെ കാണിച്ചാലും ഇവർക്കുള്ളിലെ ഒരു അൺനോൺ ഫ്രണ്ട്ഷിപ്പ് ഇതിപ്പോ ഒരുപാട് പേരെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബൈഡൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ആ ഒരു ടോൺ വളരെ വ്യത്യസ്തമായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റ്, ഇവയെല്ലാം വച്ച് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. വളരെ പൊളൈറ്റായി സംസാരിക്കുന്ന ഒരു രീതി. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദയവ് ചെയ്ത് ഇതൊന്ന് അവസാനിപ്പിക്കൂ. നമുക്കിതിന്റെ ഒന്നും ആവശ്യമേ ഇല്ല. പ്ലീസ് സ്റ്റോപ്പ് ദിസ്. ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയ ടോണിലാണ് സംസാരം. ഇത് വലിയ കാര്യമല്ല, പക്ഷേ അവർ പിന്തുണ വളരെ ഓപ്പണായി തന്നെ നൽകുന്നുണ്ട്. ഇതിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിനകം അവർ ഒരു കാര്യം പറഞ്ഞിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ ഞങ്ങൾ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു സംഭാഷണത്തിൽ നിന്നും ഈ ചർച്ചയിൽ നിന്നും പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് ഞങ്ങൾ പോയാൽ ഞങ്ങളുടെ പക്കൽ നിന്നും യാതൊരു സഹായവും പിന്നെ ലഭിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. അതിനെ ഒരു തവണ വീണ്ടും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ചകളിൽ പ്രധാനപ്പെട്ട ഒരു ഇടപാട് റഷ്യ ഉക്രൈൻ അമേരിക്ക ഈ 3 വിഭാഗത്തിനും ഇടയിൽ സൈൻ ചെയ്യപ്പെടണം. സൈൻ ചെയ്യപ്പെടും എന്നല്ല പറഞ്ഞത്, സൈൻ ചെയ്യപ്പെടണം. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഉക്രൈൻ ഈ ഡീലിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുത്തിയാൽ, ഈ ഡീലിൽ നിന്നും പുറത്തേക്ക് പോകണം എന്നവർ ശ്രമിക്കുകയാണെങ്കിൽ അതിനുശേഷം സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉക്രൈൻ ഒറ്റയ്ക്ക് തന്നെ നേരിടേണ്ടി വരും. അപ്പോ ഇവിടെ അവർ പ്രാക്ടിക്കലായി ചെയ്യുന്നത് ഭീഷണിപ്പെടുത്തുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഈ പ്രശ്നം അവസാനിപ്പിക്കണം, അങ്ങനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ യാതൊരു സഹായവും നൽകില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയും, എനിക്കതൊന്ന് കാണണം എന്നുള്ള ഒരു ഭീഷണി രൂപത്തിലാണ് പറഞ്ഞത്. ഇവിടെ ഈ സഹായത്തെക്കുറിച്ച് സംസാരിച്ചത് മാത്രമല്ല, റഷ്യ ഉക്രൈൻ യുദ്ധത്തെ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു കാരണമായി കാണുന്നത് ഇതിന്റെ റൂട്ട് കോസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ യുദ്ധം നമ്മൾ ടെമ്പററിയായി അവസാനിപ്പിച്ചാലും ഇത് എവിടെ നിന്നാണോ ആരംഭിച്ചത് ആ ഒരു സ്പാർക്ക് എപ്പോഴും അവിടെ ഉണ്ടാകും. അതിനാൽ യൂറോപ്യൻ കോണ്ടിനെന്റിൽ സമാധാനം വരണം, വീണ്ടും യാതൊരു യുദ്ധത്തിനുള്ളിലേക്കും വീഴാതിരിക്കണമെങ്കിൽ ഇതിന്റെ റൂട്ട് കോസ് ക്ലിയർ ചെയ്യണം എന്ന കാര്യം കൂടെ പറഞ്ഞു. ഈ റൂട്ട് കോസ് എന്ന വാക്ക് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇടയ്ക്കിടെ ഉപയോഗിക്കുന്ന ഒരു പദമായി മാറിയിട്ടുണ്ട്. കാരണം നാറ്റോ വേഴ്സസ് റഷ്യ അല്ലെങ്കിൽ യൂറോപ്പ് വേഴ്സസ് റഷ്യ എന്ന പ്രശ്നം വരുമ്പോഴെല്ലാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ റൂട്ട് കോസ് എന്ന വാക്ക് അധികമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരു പ്രശ്നം വന്നു, മുകളിലുള്ളതിനെ മാത്രം നമ്മൾ അടച്ചു വെച്ചാൽ തീർച്ചയായും ആ പ്രശ്നം പൂർണ്ണമായും ശരിയാകില്ല. അതിന്റെ മൂല കാരണം കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് ഈ സംഭവം നടന്നു എന്നുള്ളത് കണ്ടെത്തണം. ഇതേ ഒരു കാര്യം റഷ്യയുടെ ഫോറിൻ മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവർ തമ്മിൽ എത്രയും പെട്ടെന്ന് ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തും. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ആ മൂല കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി ചർച്ച ചെയ്യപ്പെടും. ഈ ചർച്ചയ്ക്ക് ശേഷം റഷ്യയുടെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാക്കും. ഇവിടെ റഷ്യ എപ്പോഴും ഒരു നെഗോസിയേഷന് ഓപ്പൺ ആണ്. ഞങ്ങൾ ഒരു സമാധാന ചർച്ചയ്ക്ക് വരുമ്പോഴെല്ലാം ഇന്നുവരെയും ഉക്രൈനാണ് അത് റിജക്ട് ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ ഏതൊരു ചർച്ചയ്ക്ക് വിളിച്ചാലും അത് റഷ്യ 100% അനുകൂലിക്കുന്നുണ്ട്. അപ്പോ ഞങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റിൽ പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട്. മറ്റ് അമേരിക്കൻ പ്രസിഡന്റുകൾ ചെയ്തതുപോലുള്ള കാര്യം ഇദ്ദേഹം ചെയ്യില്ല. ട്രംപിനും പുടിനും ഇടയിൽ നല്ല ഒരു ബന്ധം തന്നെ ഉണ്ട്. ഇവിടെ ട്രംപിന്റെ സംസാരം ഞങ്ങൾ വിശ്വസിക്കും. പക്ഷേ മറ്റ് വിഭാഗത്തിലുള്ള ഏതൊരു വ്യക്തികളുടെയും സംസാരം ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന വാക്കും പറഞ്ഞു. അപ്പോ ഈ 2 രാജ്യങ്ങളും പൊരുത്തപ്പെട്ടു പോകുമ്പോൾ
സെലൻസ്കി ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ സഹായം എത്രയാണ് വന്നത്. 200 ബില്യൺ എന്ന് പറയുന്നു, 300 ബില്യൺ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ എത്രയാണ് വന്നത് എന്ന് ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. സെലൻസ്കി പറഞ്ഞത് അത്രയൊന്നും വന്നിട്ടേയില്ല, വെറും 100 ബില്യൺ മാത്രമേ വന്നുള്ളൂ. അതിനെല്ലാം കണക്ക് ഞങ്ങളുടെ പക്കലുണ്ട്, അതിന്റെ ഓഡിറ്റ് ഞങ്ങളുടെ പക്കൽ കൃത്യമായുണ്ട്. അമേരിക്ക ഇവിടെ അവരുടെ മൂല്യം വർദ്ധിപ്പിച്ചു കാണിക്കുകയാണ്. അത്രത്തോളം സഹായം അമേരിക്കയുടെ പക്കൽ നിന്ന് വന്നിട്ടേയില്ല, ഇത്ര മാത്രമാണ് വന്നത് എന്ന് വീണ്ടും സ്ഥിരീകരിച്ചു. അടുത്ത് ചോദിച്ച ചോദ്യം, ശരി, അമേരിക്കയുടെ പക്കൽ നിന്ന് ഇത്രത്തോളം സഹായം വന്നിട്ടില്ല എന്ന് പറയുന്നു. അമേരിക്ക ഉക്രൈൻ നൽകിയിട്ടുള്ള ഒരുപാട് ആയുധങ്ങൾ കരിഞ്ചന്തയിൽ അവൈലബിൾ ആണല്ലോ. ഇവിടെ എങ്ങനെയാണ് ഇത് കരിഞ്ചന്തയിലേക്ക് പോയത്? എങ്ങനെ ബ്ലാക്ക് മാർക്കറ്റ് ഉക്രൈൻ ആക്സസ് ചെയ്തു എന്ന ചോദ്യം ചോദിച്ചു. സത്യത്തിൽ ഇതൊക്കെ ചോദ്യം എന്നതിനപ്പുറം സെലൻസ്കിക്ക് അവിടെ വലിയ തിരിച്ചടിയാണ് ഓരോ റിപ്പോർട്ടേഴ്സും നൽകിയത്. ഇതിന് സെലൻസ്കി മറുപടി നൽകി. അതെ, ഇവിടെ ചില സ്ഥലങ്ങളിൽ അഴിമതികൾ സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ പറയുന്നത്ര ആയുധങ്ങൾ ബ്ലാക്ക് മാർക്കറ്റിൽ ആക്സസ് ചെയ്യേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ ചെറിയ ആയുധങ്ങൾ കരിഞ്ചന്ത വഴി പുറത്തേക്ക് പോയിട്ടുണ്ട്, അല്ലാതെ വലിയ ഏതൊരു അമേരിക്കൻ വെപ്പൺ സിസ്റ്റവും പുറത്തേക്ക് പോയിട്ടില്ല എന്ന വാക്ക് പറഞ്ഞു. പക്ഷെ അത് സത്യമല്ല. അമേരിക്ക നൽകിയിട്ടുള്ള മെഷീൻ ഗൺസ് മുതൽ ഗ്രനേഡ് ലോഞ്ചേഴ്സ് മുതൽ മാൻ പെറ്റ്സ്, വിമാന വിരുദ്ധ ഉപകരണങ്ങൾ, ഇതിന്റെ ചില യൂണിറ്റ്സുകൾ പോലും ഇപ്പോൾ നിരവധി നിയമവിരുദ്ധ വെബ്സൈറ്റ്സിൽ സെയിൽസിന് അവൈലബിൾ ആണ്. ഇതൊന്നും ആരും പോയി സെർച്ച് ചെയ്യണ്ട. നിങ്ങൾ സെർച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെ ഒരു റിസ്ക് ആയി മാറും. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇങ്ങനെ കരിഞ്ചന്തയിൽ ധാരാളം റഷ്യൻ വെപ്പൺസും സെയിൽസിനുണ്ട്. എന്നാൽ അമേരിക്ക ഉക്രൈൻ നൽകിയിട്ടുള്ള ചില വേരിയന്റ് ബ്ലാക്ക് മാർക്കറ്റിൽ വന്നിട്ടുള്ളത് ഉക്രൈൻ ഏത് രീതിയിലെല്ലാം ഇതിനുള്ളിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കൂടാതെ ഇതിൽ മറ്റൊരു രസകരമായ കാര്യം സെലൻസ്കി പോസിറ്റീവായി പറഞ്ഞ ഒരു കാര്യമാണ്. ഇതുവരെയും ഉക്രൈൻ നൽകിയിട്ടുള്ള അത്രയും സഹായം, അതായത് വിദേശ രാജ്യങ്ങൾ നൽകിയ ഫണ്ടിങ്ങിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ സൈനികർക്കുള്ള പെൻഷൻ അനൗൺസ് ചെയ്തിട്ടില്ല, അവർക്കായിട്ടുള്ള സാലറി നൽകിയിട്ടില്ല. ഇവിടെ ഈ മിലിറ്ററി റിക്വയർമെന്റ്സ് ഒന്നും തന്നെ ഫോറിൻ ഫണ്ടിംഗ് വെച്ച് ചെയ്തിട്ടേയില്ല. ഉക്രൈൻ എന്ത് ബഡ്ജറ്റാണോ ഉള്ളത്, സൈനികർക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ഞങ്ങൾ അധികമാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ എന്തൊക്കെയാണോ മാറ്റിവെച്ചിട്ടുള്ളത് അത് പൂർണ്ണമായും ഞങ്ങളുടെ പണത്തിൽ നിന്ന് മാത്രമാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞു. ഇതൊരു പോസിറ്റീവായ കാര്യമായി പറയുന്നുണ്ട്. അടുത്ത മറ്റൊരു കാര്യം പറഞ്ഞത്, ഇത്രയും ദിവസം സെലൻസ്കി പറഞ്ഞിരുന്നത് ഞങ്ങൾ യൂറോപ്പിന്റെ യുദ്ധത്തിലാണ്, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ റഷ്യയെ എതിർത്ത് യുദ്ധം ചെയ്യുന്നത്, യൂറോപ്പിനെ സംരക്ഷിക്കാൻ യൂറോപ്പ് വേഴ്സസ് റഷ്യ എന്ന യുദ്ധത്തിൽ ഞങ്ങൾ ഫ്രണ്ട് ലൈനിൽ നിന്നും യുദ്ധം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോ അമേരിക്കയെയും അതിനുള്ളിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ റഷ്യക്കെതിരെ മാത്രമല്ല യുദ്ധം ചെയ്യുന്നത്, ഒരു എക്സ് സോവിയറ്റ് യൂണിയൻ സ്റ്റേറ്റായി റഷ്യയുടെ USS സ്വപ്നത്തിനെതിരെ നിന്നാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ഞങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അമേരിക്ക സുരക്ഷിതമായിരിക്കുന്നത്. അല്ലെങ്കിൽ റഷ്യ വീണ്ടും സോവിയറ്റ് യൂണിയൻ പോലെ ഒരു വലിയ സംഘടനയായി മാറുകയും അമേരിക്കയ്ക്ക് തന്നെ ഒരു ദുരന്തമായി മാറും എന്ന് വീണ്ടും സോവിയറ്റ് യൂണിയനെ അകത്തേക്ക് കൊണ്ടുവന്നു. സത്യത്തിൽ സോവിയറ്റ് യൂണിയനൊക്കെ ഇപ്പോൾ വളരെ പഴയ തമാശയായി മാറിയിട്ടുണ്ട്. വീണ്ടും സോവിയറ്റ് യൂണിയൻ എന്ന അവസ്ഥയിലേക്ക് റഷ്യ കൊണ്ടുവരാനേ സാധിക്കില്ല. കൂടിപ്പോയാൽ ജോർജിയയിൽ നിന്നും എടുത്തതുപോലെ അല്ലെങ്കിൽ ഉക്രൈനിലുള്ളതുപോലെ ഒരു എക്സ് സോവിയറ്റ് യൂണിയൻ സ്റ്റേറ്റിൽ നിന്നും ചെറിയ ചെറിയ പ്രദേശങ്ങൾ ഒരു പക്ഷെ എടുക്കാൻ സാധിച്ചേക്കാം. പൂർണ്ണമായും ഒരു രാജ്യത്തെ ആക്രമിക്കണം എന്നുള്ളത് ഇതിനുശേഷം റഷ്യയെ കൊണ്ട് തീർച്ചയായും സാധിക്കില്ല. റഷ്യ എന്നല്ല, ഏത് രാജ്യത്തെ കൊണ്ടായാലും, അമേരിക്കയെ കൊണ്ടുപോലും ഒരു രാജ്യത്തിൽ മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ച് പൂർണ്ണമായും പിടിച്ചെടുക്കണം എന്ന് ചിന്തിച്ചാൽ തീർച്ചയായും സാധിക്കില്ല. കാരണം ഇന്നത്തെ സാഹചര്യവും അങ്ങനെയല്ലല്ലോ. 40-50 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സാഹചര്യം വ്യത്യസ്തമാണ്, ഇന്നത്തേതും വ്യത്യസ്തമാണ്. അപ്പോ സെലൻസ്കി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എങ്ങനെയെല്ലാം സംരക്ഷിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഏതെല്ലാം വശങ്ങളെ അകത്തേക്ക് വലിച്ചിടാൻ കഴിയുമോ എല്ലാം ചെയ്യുന്നുണ്ട്. അടുത്ത് പോക്രോവോസ് ബാറ്റിൽ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കും. ഏറെ മാസങ്ങളായി വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്ന പ്രശ്നം ഇപ്പോ എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ പോവുകയാണ്. ഈ സുമി റീജിയനിൽ നടക്കുന്ന ഈ ഒരു ഒഫൻസീവാണ് അടുത്തത്. എല്ലാവരും പറഞ്ഞത് ഈസ്റ്റേൺ ഫ്രണ്ട് അത്ര മാത്രമേ ഉള്ളൂ, ഇതിനുശേഷം റഷ്യക്ക് അങ്ങോട്ടേക്ക് മുന്നേറാൻ കഴിയില്ല, ആക്രമിക്കാൻ കഴിയില്ല, പിടിച്ചെടുക്കാൻ കഴിയില്ല, പുതിയ ഒഫൻസീവ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ സുമി റീജിയനിൽ ഒരു പുതിയ ഫ്രണ്ട് അവർ ഓപ്പൺ ചെയ്തു. ഈ സുമി റീജിയനിൽ ഓപ്പൺ ചെയ്ത ഫ്രണ്ട് എന്നത് ഡയറക്റ്റ് കേർസ്കിൽ ഉക്രൈൻ എന്തെല്ലാമാണോ ചെയ്തത് അതിനെ വീണ്ടും ഉക്രൈനുള്ളിൽ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്ത ഒരു ഫ്രണ്ടാണ്. ഇതിൽ ഉക്രൈൻ കേർസ്കിൽ എത്രത്തോളം വേഗതയിലാണോ ഉക്രൈൻ മുന്നേറിയത്
അതിലും പല മടങ്ങ് വേഗതയിലാണ് റഷ്യ ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്നലെ ഒറ്റ ദിവസത്തിൽ നടന്ന സർപ്രൈസ് ഒഫൻസീവിൽ മാത്രം 100 സ്ക്വയർ കിലോമീറ്ററിലധികം പ്രദേശം റഷ്യ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇതെന്തുകൊണ്ട് റഷ്യ ചെയ്യുന്നു അതറിയില്ല. കാരണം ഇപ്പോൾ ബാറ്റിൽ നടക്കുന്ന ഏതൊരു പ്രദേശവുമായും അറ്റാച്ച് ചെയ്ത പ്രദേശമേ അല്ല ഇത്. ഇവിടെ ഒരു കോറിഡോറുമില്ല. ഡയറക്റ്റ് റഷ്യൻ പ്രദേശങ്ങൾക്കുള്ളിൽ നിന്നും വെപ്പൺസ് കൊണ്ടുവന്ന് ഇവിടെ യുദ്ധം ചെയ്യുന്നു. ഉക്രൈനെ പല സ്ഥലങ്ങളിലേക്ക് ദിശ തിരിപ്പിക്കുകയും ചെയ്യുന്നു. ഈയൊരു സ്ഥലത്ത് അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കാനായി റഷ്യൻ സൈനികരെ പല ദിശകളിലേക്ക് വേർതിരിക്കുന്നു. ഇങ്ങനെ അവരുടെ സ്ട്രാറ്റജിയെ തന്നെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. ഇത്രയും ദിവസം റഷ്യ ചെയ്തത് ഒരു ചെയിൻ സെറ്റ് ഓഫ് ലൈൻ ക്രിയേറ്റ് ചെയ്യും. ഒരു സ്ഥലത്ത് റഷ്യ ആക്രമിച്ചാൽ അവിടെ നിന്നും ഫോർവേഡ് പോയി ആക്രമിച്ച് അതും ഈ ഒരു സ്ഥലത്തോട് ചേർത്ത് പിടിക്കും. ഇതാണ് സാധാരണ സംഭവിക്കുന്ന വാർ ടാക്ടിക്സ്. എന്നാൽ ഇപ്പൊ യാതൊരു ബന്ധവും ഇല്ലാതെ സർജിക്കൽ സ്ട്രൈക്ക് ഓപ്പറേഷൻ സ്റ്റൈലാണ് ചെയ്യുന്നത്. ഇവിടെ ചെന്നാക്രമിക്കും, അവിടെ ചെന്നാക്രമിക്കും. ഇങ്ങനെ പൂർണ്ണമായും ഉക്രൈൻ ലോജിസ്റ്റിക്സിനെ ഡെസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നശിപ്പിക്കുന്നത് കൊണ്ട് ഉക്രൈന് ഒരു വലിയ തിരിച്ചടി തന്നെ സംഭവിക്കുന്നുണ്ട്. അതായത് അവരെ കൊണ്ട് വീണ്ടും ആ സ്ഥലത്ത് റീബിൽഡ് ആകാൻ കഴിയുന്നില്ല. അവരുടെ ലോജിസ്റ്റിക് സപ്ലൈസിനെ അവിടെ റീജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പുഷ് റഷ്യ നടത്തിയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഉക്രൈന് അവിടം ഡിഫണ്ട് ചെയ്യാൻ കഴിയാതെ വിട്ടുപോകേണ്ടി വന്നാൽ ഒറ്റ ദിവസത്തിൽ റഷ്യക്ക് അതെല്ലാം പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോ അവിടെയുള്ള ഡിഫൻസീവ് ലൈൻസിനെ റഷ്യ ഇപ്പോൾ തകർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉക്രൈന് ഒരു വലിയ തിരിച്ചടിയായി തന്നെ മാറുന്നുണ്ട്. ഇനി ഉക്രൈൻ ഇതും ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ ഇതിനകം 4 പ്രദേശം പിടിച്ചു വെച്ചിട്ടുണ്ട്. 5ാമതായി ഇതും റഷ്യയുടെ കൈകളിലേക്ക് പോകും. കാരണം അത്രത്തോളം ഡിഫൻസീവ് ലൈൻസ് എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. പ്രധാനമായും ജർമ്മനി എത്രയും പെട്ടെന്ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു തീരുമാനം കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നു. പക്ഷെ അത് അത്ര പെട്ടെന്ന് സംഭവിക്കുന്നത് പോലെ തോന്നുന്നില്ല. എന്ത് ചെയ്താൽ ഈ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ കഴിയും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.